വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആത്മകഥാംശത്തെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ ഗ്രന്ഥകർത്താവ് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഹിച്ച്കോക്ക് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനിതാ വാര്യംകുന്നൻ്റെ എല്ലാ ചരിത്രങ്ങളെയും, അദ്ദേഹത്തിൻ്റെ എല്ലാ ചരിത്രത്തെയും ഞാനിതാ കുഴിച്ചു മൂടിയിരിക്കുന്നു. നിങ്ങളിൽ ആർക്കാണോ ചുണയുള്ളത്, നിങ്ങളിൽ ചുണയുള്ളവർ ആ ചരിത്രത്തെ വീണ്ടും നിങ്ങളുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ കരുതി വെച്ച ചില കരുതിവെപ്പുകളെ ചരിത്രമായി മുന്നോട്ട് കൊണ്ടുവരുന്ന ഇത്തരം സംരംഭങ്ങളോട് ഏറെ പിരിശവും ഏറെ ഇഷ്ടവും അതിലേറെ ആത്മാഭിമാനവും തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്സത്താണ് 21-ന് ഓരോ തലത്തിലും വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഹിച്ച്കോക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതിന് റാൻമൂളുകയും ചെയ്ത ആളുകൾ അവരുടെ ചരിത്രം തന്നെ വായിച്ച് വീണ്ടും നമ്മളുടെ പാഠപുസ്തകത്തിലൂടെ പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതല്ല ചരിത്രം. ഇവിടെ ഈ മണ്ണിൽ ഒരുപാട് പേർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്, ശുഹദാക്കളായിട്ടുണ്ട്. നിങ്ങൾ എടാ എന്ന് പറയുമ്പോൾ പോടാ എന്ന് പറയുവാൻ കൂടി ധൈര്യം കാണിച്ചവരാണ്. എംബ്രാനെ എന്നും അടിയനെ എന്നും ഞാൻ അങ്ങുന്നേ എന്നും മാത്രം വിളിച്ച് ശീലമുള്ള ചില നാവുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ബ്രിട്ടീഷ് അധിനിവേശ പോരാട്ടത്തോടോ ജന്മിത്ത മേൽക്കോയ്മയോടോ ഞങ്ങൾക്ക് സമരസപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞ കുറേ ആളുകൾ. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങളെയും കുറിച്ച് പറയുന്നതോടൊപ്പം മാലിക്കുട്ടി മുസ്ലിയാരെ കുറിച്ച് പറയുന്നതോടൊപ്പം 21-ലെ മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, മലബാർ സമരത്തെക്കുറിച്ച്, മലബാർ വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് സ്ത്രീകളെക്കുറിച്ച് കൂടി നമ്മൾ പരിചയപ്പെടുന്നത് നന്നായിരിക്കും. കാരണം നമുക്കറിയാലോ അല്ലേ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സ്ത്രീകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി കളയാം എന്ന് കരുതുന്ന ആളുകൾ ഫ്ലാഷ് മോബിലൂടെയും വത്തക്ക സമരത്തിലൂടെയും അല്ലെങ്കിൽ യൂസുഫ് മലാല സായിയുടെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുമാണ് പുരോഗമനവാദികളെന്ന് നാട്യത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങളാണ് സ്ത്രീ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ പോലും മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ സ്ത്രീകളെ രക്ഷപ്പെടുത്തി കളയാം എന്ന് സ്വാഭാവികമായും കരുതാറുണ്ട്. അവർ അങ്ങനെ കരുതുന്നത് അവർ 21-ൻ്റെ മലബാർ സമരത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് ഇത്തരം വേദികൾ തീർച്ചയായും നമ്മളോട് പറയാം. മലബാർ സമരവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. ഈ 2020 പോലും ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സ്ത്രീകളെ കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവാം. പ്രത്യേകിച്ച് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉമ്മ കുഞ്ഞായിഷ ഹജുമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ചരിത്രത്തിൽ. അവരെ കുറിച്ച് പറയുന്നത് അവരുടെ ഭർത്താവിന് ബ്രിട്ടീഷ് അധിനിവേശ സമരത്തിന് ഏറ്റവും കൂടുതൽ കരുത്തായിരുന്നു അവരുടെ ഇണക്ക് അവരെന്നാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എങ്ങനെയാണ് വാര്യംകുന്നനെ പോലെയുള്ള ഒരു മകനെ ആ ഉമ്മക്ക് ലഭിക്കാതിരിക്കുക? കാരണം അത്രമാത്രം ബ്രിട്ടീഷ് വിരുദ്ധമായ മനോനിലപാട് സ്വീകരിച്ചവരാണവർ. ബ്രിട്ടീഷ് തിട്ടൂരങ്ങളോട് യാതൊരുവിധ സമരസപ്പെടലുകളും സാധ്യമല്ല എന്ന് പറഞ്ഞവരാണവർ. ചരിത്രം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ചരിത്ര പുസ്തകങ്ങൾ അവരെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് കൊടിയ പീഡനങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്നും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കയ്യാമം വെച്ച് അവരെ അങ്ങാടിയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ടും അവർ ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിന്നില്ല എന്ന് മാത്രമല്ല, വാര്യംകുന്നനെ പോലെയുള്ള വിപ്ലവ വീര്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കൂടി അവർക്ക് സാധിച്ചു എന്നത് തന്നെയാണ് മലബാർ സമരത്തിൻ്റെ വിജയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാലോ, മലബാറിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വർത്തമാനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിന്നിരുന്ന, രാഷ്ട്രീയപരമായിട്ട് മുന്നോക്കമുണ്ടായിരുന്ന ഒരു സമൂഹം എങ്ങനെയാണ് പോർച്ചുഗീസിൻ്റെ സാമ്രാജ്യത്വ അധിനിവേശത്തിനും കൊണ്ട് തകർന്ന് തരിപ്പണമായതെന്ന് 1921 ശേഷം മലബാറിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും മൂലം കഴിഞ്ഞുകൂടേണ്ടി വന്നവർ,
ഒരു സമയത്ത് അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചു കഴിയേണ്ടി വന്നവരെ, ഇ.എൻ. മൗലവി പോലെ, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകളെ ജയിലിൽ അടച്ച സമയത്ത് തനിക്ക് വേണ്ടി വർത്തമാനം പറയുവാൻ ഒരാളും അവശേഷിക്കാത്ത വിധം അരക്ഷിതാവസ്ഥയിലായ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ നമ്മളുടെ മുമ്പിൽ കൃത്യമായ ഒരു ചിത്രം സമ്മാനിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാറിലെ ചില വീടുകളിലേക്ക് ബ്രിട്ടീഷുകാർ, ആ സമയത്ത് A.K. കോഡൂരിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ അങ്ങേയറ്റത്തെ ക്രൂരത കാണിച്ചു. കുട്ടികളാണെന്നോ സ്ത്രീകളാണെന്നോ അവർ എന്ത് ചെയ്തില്ല, ദയാവായ്പ പോലും കാണിച്ചില്ല. അതിലൊരു ഒരു 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 ചരിത്രം പറയുന്നുണ്ട്, ഒരു സ്ത്രീ അവരുടെ 2 മക്കളെയും ഒക്കത്തിരുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കാഞ്ചി വലിക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് തൻ്റെ മക്കളെ ഒക്കത്തെടുത്തുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത്. അവിടെ നിന്ന പോലീസുകാർ ചോദിച്ചു പോലും, ഇതെന്താണ് ഇവർ പറയുന്നത്? അപ്പോൾ കൂടെ നിന്ന ആളുകൾ പറഞ്ഞു, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, മരണമെടുത്തെന്ന് ഉറപ്പാകുന്ന സമയത്ത് മുസ്ലിം മതവിശ്വാസികൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണത്, അല്ലെങ്കിൽ ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയാണതെന്ന്. ആ സമയത്ത് കാഞ്ചി വലിക്കാൻ പോയ പോലീസുകാരെ അത് പിൻവലിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്ത്രീയുടെ മാനസികമായിട്ടുള്ള ആ സമയത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് സങ്കല്പിക്കുവാൻ സാധിക്കുമോ? മാളു ഹജ്ജമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരു സമയത്തെ കൊണ്ടോട്ടി പള്ളിയിലെ മഹല്ല് ഖാളിയുടെ സ്ഥാനത്തുമായിരുന്നത്രേ മാളു ഹജ്ജമ്മക്ക്. പള്ളിയോട് ചേർന്ന ഒരു മുറി അവർക്കായിട്ട് സജ്ജീകരിച്ചിരുന്നു എന്നാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഭാര്യയായ മാളു ഹജ്ജമ്മയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം രഹസ്യമായിട്ട് താമസിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം ഒളിവിൽ കഴിയുന്ന സമയത്ത് അവരും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അത്രേ അവർ സമൂഹത്തിൽ ഇറങ്ങിയത്. അവർ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ വയസ്സിന് മൂത്ത ആളുകൾ പോലും ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് നിന്നിരുന്നു എന്നാണ്. ആ സമയത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങേയറ്റം പരിജ്ഞാനമുണ്ടായിരുന്ന അവർ മഞ്ചേരി തഹസീൽദാർ ഓഫീസിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ആ സമയത്ത് കുതിരയുണ്ടായിരുന്ന ആളാണ് മാളു ഹജ്ജുമ്മ. ഏറെ ആയുധമുറകൾ അഭ്യസിച്ചിരുന്ന ആളായിരുന്നു മാളു ഹജ്ജുമ്മ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട്, സമുദായവുമായി ബന്ധപ്പെട്ട് കരിവാരി തേക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടായിരിക്കാം യഥാർത്ഥ ചരിത്രം വിസ്മരിച്ചു പോകുന്നത്? 1855 ഒരു ചരിത്രം പറയുന്നുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങളെയും കുടുംബത്തെയും ഏറനാടിലെയും വള്ളുവനാടിലെയും സമരത്തിന് മുൻപിൽ നിൽക്കുന്ന ആളെന്ന പേരിൽ മക്കയിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോഴേ ആളുകളാകെ പ്രയാസപ്പെട്ടുപോയി. തങ്ങളുടെ നേതാവിനെയാണ്, തങ്ങളുടെ മുമ്പിൽ നിന്ന് തങ്ങളെ നയിക്കുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ നേതാവിനെയും കുടുംബത്തെയുമാണല്ലോ മക്കയിലേക്ക് നാടുകടത്തപ്പെട്ടത്. ഇതിൽ പ്രയാസപ്പെട്ട് അവർ നടത്തിയ സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് 1852 കളക്ടർ കനോലി അവർ എന്ത് ചെയ്യുന്നത്, വധിക്കുന്നത്. കാരണം കളക്ടർ കനോലി കാരണമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, നാടുകടത്തുന്നത്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. അവരുടെ ആത്മാഭിമാനത്തിന്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പടയെ തന്നെ ഒന്നടങ്കം പിടിച്ചു കുലുക്കി കളഞ്ഞത്രേ ഈ ചരിത്ര സംഭവം. അതിനുശേഷം പറയുന്നത് 1855 24ഓളം കേസുകളിൽ 164ഓളം ആളുകളെ പ്രതിപട്ടികയിൽ ചേർത്തു. അതിൽ 14 പേർ സ്ത്രീകളായിരുന്നു എന്നാണ്. എനിക്ക് ഈ ചരിത്രം വായിച്ചപ്പോൾ ഏറെ ആകാംക്ഷ തോന്നിയത്, അതിൽ 2ാമത്തെ പ്രതിയായിട്ട് പിടിക്കപ്പെട്ടത് മമ്പുറം ബീവിയെയാണ് എന്നാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, തങ്ങൾ കുടുംബത്തിലെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം അത്യപൂർവമായി പുറത്തിറങ്ങുമായിരുന്ന തങ്ങൾ കുടുംബത്തിലെ മമ്പുറം ബീവിയാണ് കളക്ടർ കനോലിയെ വധിച്ചതിൽ 2ാം പ്രതിയായി പിടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോഴേ ആ സമയത്ത് അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ്. 14 പ്രതികളിൽ 2 ആൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നാണ്. ആ സമയത്ത് അവരെ ജയിലിലേക്ക്, നെല്ലൂരിലെ ജയിലിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അഥവാ ഈ കേസ് വിചാരണ പൂർത്തിയാക്കുന്ന സമയം അത്രയും അവർ ഗർഭാവസ്ഥയിലായിരുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർജവത്തോടുകൂടി നേരത്തെ ഹുസൈൻ സാഹിബ് സൂചിപ്പിച്ചുവല്ലോ, ഏത് ആദർശത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് മലബാറിലെ സമരം നടത്തപ്പെട്ടത്? ഏത് ആദർശത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ തിട്ടൂരങ്ങളോട് സമരസപ്പെടാൻ സാധിക്കില്ല എന്ന് മുസ്ലിം സമൂഹം ഉറച്ചു നിന്ന് പറഞ്ഞത്? ഇപ്പോഴും നമുക്കറിയാം അല്ലേ, ഫാഷിസ്റ്റ് ഭരണകൂടം നിരന്തരമായിട്ട് മുസ്ലിം സമുദായത്തെ അരികുവൽക്കരിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോഴേ വാരിയംകുന്നനെ ഒരു ചട്ടമ്പിയായിട്ട്,
അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള മനുഷ്യരെ ബലാത്കാരമായി മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ കൂട്ടുനിന്നവരിൽ ഒന്നാമനായിട്ട് ആളുകൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചിത്രീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിക്കുവാൻ നമുക്കിന്ന് സാധ്യമാകുന്നു എന്നാണ്. അത് ആത്മാഭിമാനത്തോടുകൂടി അവരെക്കുറിച്ച് ഓർക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മമ്പുറം ബീവിയെ പോലെയുള്ള മാളു ഹജ്ജുമ്മയെ പോലെയുള്ള ഒട്ടനവധി പേരെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഇതൊരു വർഗീയ കലാപമാണെന്ന് ആളുകൾ ഇതിനെ മുദ്ര കുത്തുവാൻ പെടാപ്പാട് പെട്ടുകൊണ്ടേയിരുന്നു ആ സമയത്ത് തന്നെ. അതിലൊരു വളരെ ചരിത്രപ്രധാനമായിട്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ചെന്നൈയിലെ ദ ഹിന്ദു പത്രത്തിന് അദ്ദേഹം എഴുതിയൊരു കത്താണത്. ആ കത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ഇത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ വിശദീകരണം ഞാൻ നിങ്ങളോട് പിന്നീട് ചോദിക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നു, ഇവിടെ ആകെ പ്രശ്നകലുഷിതമായിരിക്കുകയാണ്. 1.5 ദിവസമായിട്ട് ബ്രിട്ടീഷ് പട്ടാളം ആളുകളെ അനാവശ്യമായി കൊലവിളിച്ചു നടക്കുകയാണ്. ക്രൂരമായ മർദ്ദനങ്ങളാണ് അവർ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ആ കത്തിൽ എഴുതുന്നുണ്ട്, ഇതൊരു മുസ്ലിം ഹിന്ദു വർഗീയ കലാപമായിട്ട് ചിത്രീകരിക്കുവാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള നമ്മുടെ സഹോദരന്മാരെ ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ഞങ്ങൾ ആരോടും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനും ഇവിടെ ചെയ്യുന്നതുമില്ല. അത് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ആളുകളും പോലീസ് ഓഫീസർമാരുമാണ് അതിനുവേണ്ടി പണിയെടുത്തു കൊണ്ടേയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സമരത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവരാണ് അപ്പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന് അദ്ദേഹം ആ കത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കുന്നിലേക്കും കുറച്ചാളുകൾ അഭയം തേടിയിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിൽ ഹിന്ദുക്കളായ എൻ്റെ സഹോദരന്മാരും കൂടിയുണ്ടെന്ന് അദ്ദേഹം, ഇത് ലോകം അറിയട്ടെ, ഇത് മഹാത്മാഗാന്ധി അറിയട്ടെ, ഇത് മൗലാന അറിയട്ടെ എന്ന് അദ്ദേഹം ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നാടറിയട്ടെ എന്ന് പറഞ്ഞതെന്ന് 2021 ഭൂമികയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. കാലഘട്ടം പിന്നീട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഏത് രീതിയിലാണ് ആളുകൾ ചിത്രീകരിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, പൂക്കോട്ടൂർ യുദ്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അല്ലേ? പൂക്കോട്ടൂർ യുദ്ധത്തിലെ രക്തസാക്ഷികളുടെ കബറിടങ്ങളിൽ നിങ്ങളൊന്ന് വെറുതെ പഠിച്ചു നോക്കുക. അതിൽ 2 സ്ത്രീകളുടെ കബറിടങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് കദിയുമ്മയുടെയും ഒന്ന് ഫാത്തിമ എന്ന് പറയുന്ന 11 വയസ്സുകാരി പെൺകുട്ടിയുടെയും കബറിടങ്ങളാണവ. രക്തസാക്ഷികളായ 2 സ്ത്രീകളുടെ കബറിടങ്ങൾ. അതിൽ ഫാത്തിമയുടെ കഥ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പട്ടാളം തൻ്റെ ഉപ്പയെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോഴേ അവളെന്ത് ചെയ്തു? ഉപ്പയെ കെട്ടിപ്പിടിച്ചത്രേ. അവർ അവരുടെ പോലീസ് ലാത്തി കൊണ്ട് അവളെ തട്ടിമാറ്റുവാൻ ശ്രമിച്ചു. പക്ഷെ അവൾ തയ്യാറായില്ല. ഒടുവിലെ അവരെ 2 പേരെയും ബ്രിട്ടീഷുകാർ ക്രൂരമായി കൊന്നുകളഞ്ഞു. അവർ പൂക്കോട്ടൂർ യുദ്ധത്തിൽ രക്തസാക്ഷികളായി എന്നാണ് പറയുന്നത്. കദിയുമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ വന്നത് അവരുടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസം അനുഭവിക്കുന്ന ഉപ്പയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പയെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇളകിയിട്ടുണ്ട്, അക്രമികൾ ഇളകിയിട്ടുണ്ട് എന്ന് അവർക്ക് അറിയിപ്പ് കിട്ടി. അവരെന്ത് ചെയ്തു? ഉപ്പയെ പത്തായത്തിലൊരു റൂമിൽ അവർ ഒളിപ്പിച്ചു. പക്ഷേ പത്തായത്തിൽ നിന്നും ഉപ്പയെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ വലിച്ചഴിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കിഴക്കേ വശത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിനെ കമിഴ്ത്തി കിടത്തിയത്രേ. അവർ വെടിവെക്കാൻ ഒരുങ്ങി. പക്ഷേ അപ്പോഴാണ് കദിയുമ്മ ഓടി വന്നുകൊണ്ട് എന്ത് ചെയ്തത്? തൻ്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ച് ഉപ്പക്ക് വെടിയേൽക്കരുത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ, ആഗ്രഹത്താൽ എന്ത് ചെയ്തു? അവർ ഉപ്പയെ കെട്ടിപ്പിടിച്ചു. 2 പേരെയും ബ്രിട്ടീഷുകാർ വെടിവെച്ചിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അധിനിവേശ സമരത്തിനെതിരെ കൃത്യമായിട്ട് നിലപാടെടുക്കുന്നവരെ ഭീകരവാദികളെന്നോ തീവ്രവാദികളെന്നോ ചരിത്രമില്ലാത്തവരെന്നോ വർഗീയ ലഹളയുണ്ടാക്കുവാൻ ശ്രമിച്ചവരെന്നോ വെറുതെ വിടുവായത്തം പറയാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ചരിത്രമില്ലാത്തവരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്തസ്സുള്ള ചരിത്രമുള്ളവർ സത്യസന്ധമായിട്ട് ചരിത്രത്തെ വായിക്കുവാനാണ് ശ്രമിക്കുക. അന്തസ്സില്ലാത്ത ചരിത്രമുള്ളവരാണ് മറ്റുള്ളവരുടെ ചരിത്രത്തിനെ വികൃതമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നത് കൃത്യമായിട്ട് മലബാർ സമരത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കണം, 1921 ശേഷം നിലവിൽ ഇക്കാണുന്ന മലബാറിനെ, മുസ്ലിം സമുദായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ
അല്ലേ? ഏത് വിധത്തിലെയാണ് ഈ മുസ്ലിം സമുദായം ഇതിനെ എന്ത് ചെയ്തത്, തരണം ചെയ്തത് എന്ന പഠനത്തിൽ കൃത്യമായിട്ട് ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ സ്ത്രീകളുടെ പങ്ക് എത്രമാത്രമായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. ജയിലിൽ അടക്കപ്പെട്ടവര്, ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് അവരെന്ത് ചെയ്തു, സ്വന്തം നാടും വീടും ഉപേക്ഷിച്ചു പോയി. മക്കളായാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും രക്തസാക്ഷികളായി. അരക്ഷിതമായ ആ കുടുംബത്തെ ഒന്നിൽ നിന്ന് തുടങ്ങുവാൻ നമ്മുടെ ഉമ്മമാർ കാണിച്ച ദിവ്യത്യാഗത്തിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ ഇന്നിരുന്ന് ആത്മാഭിമാനത്തോടുകൂടി ഇസ്സത്തൊന്നാണ് 21 എന്ന പരിപാടി നടത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതിലൊരു കഥ പറയുന്നുണ്ട്. AK കോഡൂരിൻ്റെ പുസ്തകത്തിലാണ് ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞീൻ ഹാജി അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ചരിത്രം. എൻ്റെ ഉമ്മ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആ സമയത്ത് ഉമ്മ, കാരണം അറിയാലോ കൊള്ളയാണ്, കൊടുങ്കൊള്ള, കുട്ടികളെന്നോ സ്ത്രീകളെന്നോ അവർ നോക്കില്ല. അവരിൽ നിന്നും ഭീമമായ പണം ലാക്കാക്കുക മാത്രമല്ല, അവരുടെ വീടും കൃഷിയിടങ്ങളും ചുട്ടരിച്ച് ചാമ്പലാക്കിയിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുവാനുള്ള ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ശ്രമം. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെ എൻ്റെ ഉമ്മ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഒരു തുണിയിൽ പൊതിഞ്ഞ് അത് മുറ്റത്തേക്കിട്ടു. ഉള്ളിൽ വെച്ചാളാണല്ലോ ചെക്ക് ചെയ്യുക, അല്ലേ? ആളുകൾ വന്ന് നോക്കുക. എൻ്റെ ഉമ്മ അതൊക്കെ കൂട്ടിയിട്ടിട്ട് അത് മുറ്റത്തേക്കിട്ടു. മുറ്റത്തേക്കിട്ട് കുറേ തുണികളും കൂടെ മുറ്റത്തേക്കിട്ടു. അപ്പോൾ ആളുകൾ വരുമ്പോൾ, പട്ടാളക്കാർ വരുമ്പോൾ കരുതുക എന്താ, വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ ആ വീടെന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൊള്ളക്കാരെന്ത് ചെയ്തിട്ടുണ്ട്, അരിച്ചു പറക്കിയിട്ടുണ്ടെന്നാണ് കരുതുക. ഇതിന് ശേഷം എൻ്റെ ഉമ്മ വലിയ പൊക്കമുള്ള വലിയ കുഴിയിലേക്ക് എൻ്റെ അനുജത്തിമാരെയും എന്നെയും എന്ത് ചെയ്തു, ആ കുഴിയിൽ കൊണ്ടുപോയി, കല്ലുവെട്ട് കുഴിയിൽ ഞങ്ങൾ ആ പകൽ മുഴുവൻ താമസിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്ന് പകൽ മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല. കാരണം ആൾ താമസമുണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ വരുമല്ലോ പുരുഷന്മാരില്ലാത്ത വീട്ടിലേക്ക് വരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ കല്ലുവെട്ടാങ്കുഴിയിൽ ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ താമസിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ സമയത്ത് കല്ലുവെട്ടാങ്കുഴിയുടെ അവിടെ മരങ്ങൾ ധാരാളം ഉണ്ടാകും, മാങ്ങയുടെ മരങ്ങൾ. താഴെ വീഴുന്ന കുഴിയിലേക്ക് വീഴുന്ന മാങ്ങ, ഉമ്മയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടാകും, ആ മാമ്പഴം ഞങ്ങൾക്ക് മുറിച്ചു തന്നിട്ട് അത് തിന്നിട്ടായിരുന്നു ഞങ്ങളുടെ പല പകലുകളും കഴിഞ്ഞു പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചരിത്രം നമ്മൾ പഠിക്കുവാനുള്ളതാണ്, നമ്മുടെ തലമുറക്ക് കൈമാറ്റം ചെയ്യുവാനുള്ളതാണ്. നിങ്ങൾ റാൻമൂളികളായി കുനിഞ്ഞു നിന്ന് ഞങ്ങൾ ഒന്നിനും പോരാത്തവരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ധീരരായ ഒരുപാട് മനുഷ്യരുടെ ചരിത്രം. നേരത്തെ സൂചിപ്പിച്ചല്ലോ എങ്ങനെയാണ് ചിരിത എന്ന പെണ്ണ്, അല്ലേ? നമ്മളൊന്ന് ഓർത്തു നോക്കണം. ദലിത് സ്ത്രീകളുടെ ആ സമയത്തെ അവസ്ഥയെക്കുറിച്ച്, ജന്മിത്ത മുതലാളിമാരെ കുടിയാന്മാരായ ചെറുമികളായ പറയന്മാരായ സ്ത്രീകളോട് കാണിച്ച അനീതിയെക്കുറിച്ച്. മാറുമറക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം അഭിമാനത്തിൽ, സ്വന്തം ശരീരത്തിൽ യാതൊരു അവകാശവുമില്ലാത്ത പെണ്ണ്. ഏത് പാതിരാത്രിയിലാണ് തൻ്റെ വാതിലിൽ മുട്ടുന്നതെങ്കിലും തുറന്നു കൊടുക്കണം, അവൻ ജന്മിയാണെങ്കിൽ സവർണനാണെങ്കിൽ. കാരണം താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ അടുക്കൽ പരാതിയുമായിട്ട് പോകുന്നത്. അങ്ങനെയാണ് അവരുടെ സമരം സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു ചിരിത എന്ന സാധാരണ ദലിത് സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ സമരം നടന്നതെന്ന് പറയുമ്പോഴേ, സമരങ്ങളിൽ ഒരു വലിയ സമരം അങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇവർ ഇതിനെ വർഗീയ സമരമായിട്ട് ചിത്രീകരിക്കുവാൻ പെടാപ്പാട് പെട്ടാലും ചരിത്രമായിട്ട് തന്നെ അവിടെ അവശേഷിക്കുമെന്നർത്ഥം. തീർച്ചയായും ഇത്തരം സദസ്സുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവേശകരമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അല്ലേ, ഇന്നിപ്പോൾ ഏത് ബാബരി മസ്ജിദിൻ്റെ വിഷയം എടുത്താലും ശരി, കുഞ്ഞു നമ്മളുടെ കേരളത്തിൽ തന്നെ ചെറിയ റോഡുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ പുതിയ പ്ലക്കാർഡുകൾ വന്നിട്ടുണ്ടാവും, അല്ലേ? സൈൻ ബോർഡുകൾ വന്നിട്ടുണ്ടാവും. ആ പ്രദേശത്തിൻ്റെ പേര് വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ പേരായിട്ട്, നമ്മൾ കേട്ടുകേൾവിയുമില്ലാത്ത മനുഷ്യൻ്റെ പേരായിട്ട് ചില സ്ട്രീറ്റുകൾ അങ്ങനെ മാറിയിട്ടുണ്ട്, ചില റെയിൽവേ സ്റ്റേഷനുകൾ അങ്ങനെ മാറിയിട്ടുണ്ടാവും, നഗരം തന്നെ ചിലത് അപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഹിച്ച്കോക്കിൻ്റെ വർത്തമാനം പറഞ്ഞതുപോലെ, നിങ്ങൾ കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്ന ചില ചരിത്രങ്ങളെ ഊർജമുള്ള, അന്തസ്സുള്ള,
കൃത്യമായിട്ട് വീറുറ്റ, നേരത്തെ സ്നേഹ സാഹിബ് സൂചിപ്പിച്ച വർത്തമാനങ്ങൾ, കുതുകികളായ അല്ലെ, അന്വേഷണ കുതുകികളായ, ചരിത്രത്തെ സത്യസന്ധമായിട്ട് നമ്മുടെ മണ്ണിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പം അത് അവതരിപ്പിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ മുമ്പിൽ നിങ്ങൾ നോക്കി നിൽക്കുക എന്നതല്ലാതെ നിങ്ങൾക്കൊരു വഴിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് ഒരിക്കൽ കൂടി വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.